إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أوصيكم وإياي أولا بما وصى الله به الأولين والآخرين أن اتقوا الله فاتقوا الله يا عباد الله اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, നശ്വരമായ ഈ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണമെന്ന് ആദ്യത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈമാനുള്ളവരായിക്കൊണ്ടും ഇഖ്ലാസുള്ളവരായിക്കൊണ്ടും ജീവിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളായിക്കൊണ്ട് മരിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളതും ഏറ്റവും പ്രാധാന്യമുള്ള അനുഗ്രഹമാണ് അള്ളാഹുവിലുള്ള വിശ്വാസം, ഈമാൻ കൈക്കൊള്ളുക, ഈ ദീൻ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. പലപ്പോഴും ഈമാനിൻ്റെ പ്രാധാന്യവും അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ പ്രാധാന്യവും നാം മനസ്സിലാക്കുന്നില്ല. അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നാം ചിന്തിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് ഞാൻ നിങ്ങളുടെ മതം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റിത്തരികയും ചെയ്തിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഈ ദീൻ്റെ ആളുകളാവുക, അല്ലെങ്കിൽ ഈമാൻ കൈകൊള്ളുക, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വളരെ വലിയൊരു അനുഗ്രഹമാണ്. പക്ഷേ നമുക്കെപ്പോഴെങ്കിലും അത് അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഈമാനിൻ്റെ മാധുര്യം ഉൾക്കൊള്ളുവാൻ, ഈമാൻ എന്താണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം ചോദിക്കേണ്ടതുണ്ട്. പലരുടെയും ധാരണ എന്നുള്ളത് ഈമാൻ എന്നുള്ളത് കേവലം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്നുള്ള ഒരു പ്രഖ്യാപനം മാത്രമാണ് ഈമാൻ. അത് പറഞ്ഞാൽ ഒരാൾ മുസ്ലിമായി എന്നുള്ളതാണ് പലരും ധരിച്ചിരിക്കുന്നത്. എന്നാൽ ഈമാൻ എന്നുള്ളത് അതിലും അപ്പുറമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമ്മുടെ മുൻഗാമികളുടെ അവരുടെ ഒരു ഉദ്ധരണി നമുക്ക് കാണുവാൻ സാധിക്കും. മുൻഗാമികളിൽ പലരും പറയാറുണ്ടായിരുന്നു, ലൈസൽ ഈമാനു ബിത്തമന്നി വലാ ബിത്തഹല്ലി വലാകിന്നഹു മാ വഖറ ഫിൽ ഖൽബി വസദ്ദഖഹുൽ അമൽ. ഈമാൻ എന്നുള്ളത് കേവലം ഒരു പ്രഖ്യാപനമോ
അല്ലെങ്കിൽ ഒരാഗ്രഹങ്ങളോ അല്ലെങ്കിൽ ചില വേഷഭൂഷാദികളോ അല്ല. ഞാൻ മുസ്ലിമാണ്, ഞാൻ മുഅ്മിനാണ് എന്നുള്ള ചില വാചകങ്ങൾ ഉരുവിടലല്ല ഈമാൻ എന്നുള്ളത്. മറിച്ച് വലാകിന്നഹു മാ വഖറ ഫിൽ ഖൽബി വസദ്ദഖഹുൽ അമൽ, മറിച്ച് ഹൃദയത്തിൽ ദൃഢമായി വിശ്വസിച്ചതും ഹൃദയത്തിൽ ഉറച്ച വിശ്വാസവും അതോടൊപ്പം പ്രവർത്തനങ്ങളിൽ, നമ്മുടെ അവയവങ്ങളിലുള്ള പ്രവർത്തനങ്ങളിലൂടെ സത്യപ്പെടുത്തിയതുമാണ് ഈമാൻ എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ ഒരു അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഒരു മുസ്ലിം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം അൽ ഈമാനു ഖൗലു വ അമൽ. ഈമാൻ എന്നുള്ളത് അത് കേവലം നാവ് കൊണ്ടുള്ള പറച്ചിൽ മാത്രമല്ല. നാവ് കൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിനോടൊപ്പം നമ്മുടെ ഹൃദയത്തിൽ അതിനെക്കുറിച്ചുള്ള ദൃഢമായ വിശ്വാസവും അതനുസരിച്ചുള്ള അമലുകൾ, പ്രവർത്തനങ്ങളും ഉണ്ടാകണം. അത് മുഴുവനാണ് ഈമാൻ എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ഈ ഒരു രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളിലും ഹൃദയത്തിൻ്റെ ഉള്ളിലും നാവിലുമെല്ലാം ഈമാൻ ഉണ്ടാകുമ്പോൾ ഈമാൻ ഉൾക്കൊള്ളുന്ന വ്യക്തികൾക്ക് ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് ഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു പക്ഷേ ദുനിയാവിലായിരിക്കാം ആ നേട്ടങ്ങൾ, ഒരു പക്ഷേ ആഖിറത്തിലായിരിക്കാം ആ നേട്ടങ്ങൾ. ഒന്നാമതായി ഈമാനുള്ള വ്യക്തികൾക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട നേട്ടമെന്നുള്ളത് അവർക്ക് ജീവിതത്തിൽ അൽ അംനു വൽ അമാൻ, അതായത് നിർഭയത്വവും അതുപോലെ തന്നെ സംരക്ഷണവും സുരക്ഷയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. വാക്കുകളെ ഏറ്റവും സത്യസന്ധനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽം, വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ, അതായത് ഷിർക്ക് ചെയ്യാത്തവർ, ഈമാൻ ഉൾക്കൊണ്ടതിന് ശേഷം ഷിർക്കിൻ്റെ കണിക പോലും ഇല്ലാത്തവർ, ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാണ് അമ്നുള്ളത്, അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർ തന്നെയാണ് നേർമാർഗം പ്രാപിച്ചവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. കറകളഞ്ഞ ഈമാനുള്ളവർ, ഷിർക്കിൻ്റെ കണികളില്ലാതെ, നിഫാഖില്ലാതെ, റിയാ ഇല്ലാതെ കറകളഞ്ഞ ഈമാനുള്ള വ്യക്തികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിർഭയത്വവും അതുപോലെ തന്നെ സുരക്ഷയും കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈമാനുള്ള വ്യക്തികൾക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ നേട്ടം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു ജീവിതം കൊടുക്കുമെന്നുള്ളതാണ്. നാം പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് സമ്പത്തുള്ള, ഒരുപാട് സ്വത്തുള്ള ആളുകളെ കാണുമ്പോൾ പലപ്പോഴും സ്വാഭാവികമായും അവരെന്തൊരു നല്ല ജീവിതമാണ് ജീവിക്കുന്നത്, അവരെപ്പോലൊക്കെ ആകണമെന്നുള്ളത് മാനുഷികമായി നമ്മുടെ ചിന്തയിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത്, ദുനിയാവിൽ എന്ത് നേടിയാലും എന്ത് നേടിയിട്ടില്ലെങ്കിലും യഥാർത്ഥ ജീവിതം, നല്ല ജീവിതം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു പറയുന്നുണ്ട്, മൻ അമില സാലിഹൻ മിൻ ദക്രിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ, ഈമാൻ ഉൾക്കൊള്ളവനായിരിക്കെ, മുഅ്മിനായിക്കൊണ്ടിരിക്കെ ഒരു ആണാകട്ടെ പെണ്ണാകട്ടെ ആര് സൽപ്രവർത്തനം ചെയ്യുന്നുവോ ഫലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബ, തീർച്ചയായും നല്ലൊരു ജീവിതം അവർക്ക് ഞാൻ കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നല്ലൊരു ജീവിതം ലഭിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാനദണ്ഡമാക്കിയത് ഈമാനുള്ളവരാവുക എന്നുള്ളതാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടത്ര മനസ്സുകൾ ശാന്തമടയുന്നത് എന്ന് അള്ളാഹു പറയുമ്പോൾ അവിടെയും അള്ളാഹു പറഞ്ഞത് അല്ലദീന ആമനു, ഈമാനുള്ളവർ, വിശ്വസിച്ചവർ, ഈമാൻ കൈക്കൊണ്ടവർ, അവർക്കാണ് അവരുടെ മനസ്സുകൾ ശാന്തമടയുക, അവർക്കാണ് നല്ല ജീവിതം ലഭിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സഹോദരങ്ങളെ, യഥാർത്ഥ ജീവിതം അത് ഈമാനിലും അതുപോലെ തന്നെ അള്ളാഹുവെ പറ്റിയുള്ള വിശ്വാസത്തിലും അള്ളാഹുവെ പറ്റിയുള്ള ദിക്റുകളിലും അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മയിലും അള്ളാഹുവെ പറ്റിയുള്ള അറിവിലുമുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്നുള്ളത്. ദുനിയാവിൽ എന്ത് തന്നെ നേടിയിട്ടില്ലെങ്കിലും അള്ളാഹുവെ പറ്റിയുള്ള വിശ്വാസം നമുക്കുണ്ടോ, അതാണ് യഥാർത്ഥ ജീവിതമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം നാം വായിക്കുമ്പോൾ നമുക്കൊരു ചരിത്ര ശകലം കാണാം. ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രഗത്ഭരായ 2 പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ല, അതുപോലെ തന്നെ അബൂ യൂസുഫ് റഹിമഹുല്ല. ഇവർ 2 പേരും ഒരിക്കൽ ഒരു സമുദ്രത്തിൻ്റെ അറ്റത്ത് പോയി ഇവരുടെ കയ്യിൽ ഒരു ബ്രെഡിൻ്റെ കഷ്ണമുണ്ട്, ഒരു റൊട്ടി കഷ്ണമുണ്ട്. അങ്ങനെ ഉണങ്ങിയ ആ ബ്രെഡിൻ്റെ കഷ്ണം ഇവർ ഈ സമുദ്രത്തിൽ മുക്കുകയാണ്. എന്തിനാണെന്നോ, ഇവരുടെ ഈ ഉണങ്ങിയ ബ്രെഡ് അതൊന്ന് സോഫ്റ്റാക്കുവാൻ, ഒന്ന് മൃദുവാക്കുവാൻ വേണ്ടി. അവരുടെ കയ്യിൽ കറികളോ സൂപ്പുകളോ ഒന്നുമില്ല. ഇവർ ആ സമുദ്രത്തിൽ മുക്കിയിട്ട് അത് സോഫ്റ്റാക്കിയിട്ട് കഴിക്കുകയാണ്. ഇത്രയും വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിൽ, ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ അവർ പരസ്പരം പറയുകയാണ്, ലൗ അലിമൽ മുലൂകു വ അബ്നാഉൽ മുലൂക്കി മാ നഹ്നു ഫീഹി മിനൻ നിഅമി വസ്സുറൂർ ലജാലദൂന അലൈഹി ബിസ്യൂഫ്. ഈ ഒരു കൊടിയ
പ്രയാസഘട്ടത്തിലും അവർ പറയുന്നത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആനന്ദത്തെപ്പറ്റിയും സന്തോഷത്തെപ്പറ്റിയും രാജാക്കന്മാരും അവരുടെ പുത്രന്മാരും അറിഞ്ഞിരുന്നുവെങ്കിൽ ലജാലദൂന അലൈഹി ബിസുയൂഫ്, നമ്മുടെ ഈ സന്തോഷം കൈക്കലാക്കുവാൻ വേണ്ടി അവർ വാളുകൊണ്ട് നമ്മോട് ഏറ്റുമുട്ടുമായിരുന്നു എന്നുള്ളതാണ്. എന്താണ് അവരുടെ ആ അവസ്ഥയിലും, അത്രയും ദാരിദ്ര്യ അവസ്ഥയിലും പ്രയാസഘട്ടത്തിലും അവർ അനുഭവിച്ചിരുന്ന ആ മനസ്സമാധാനം, അവർ അനുഭവിച്ചിരുന്ന ആ ആനന്ദം, അവർക്ക് ഈമാനിൻ്റെ മാധുര്യം, ഈമാനിൻ്റെ രുചി അനുഭവിച്ചറിയാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈമാൻ അത് നമുക്ക് കൃത്യമായി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നാലും തിരമാലകളിൽ പതറാതെ മുന്നേറുന്ന ഒരു കപ്പൽ പോലെ നമുക്ക് ഈമാൻ കൊണ്ടും അതുപോലെ തന്നെ അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ടും തവക്കുൽ കൊണ്ടും മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈമാനുള്ളവർക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ നേട്ടമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു നൽകുന്നത്, ശൈത്താനിന്, പിശാചിന് ഒരിക്കലും ഈമാനുള്ളവരുടെ മേൽ, അള്ളാഹുവിൽ വിശ്വാസമുള്ളവരുടെ മേൽ യാതൊരു നിയന്ത്രണമോ യാതൊരു അധികാരമോ ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സൂറത്തുൻ നഹ്ലിൽ അള്ളാഹു പറയുന്നു, ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഈമാനുള്ളവർ, വിശ്വസിക്കുകയും അതുപോലെ തന്നെ തങ്ങളുടെ റബ്ബിൻ്റെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്തവരാരോ അവരുടെ മേൽ ശൈത്താനിന്, പിശാചിന് യാതൊരു അധികാരവുമില്ല, തീർച്ച എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നേരെ മറിച്ച് ശിർക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഈമാനിന് വിരുദ്ധമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ശൈത്താൻ നമ്മളിൽ അധികാരമേൽക്കും, ശൈത്താൻ നമ്മളെ വഴി തിരിച്ചു വിടുമെന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈമാനുള്ളവർക്കാണ് ശൈത്താനിൽ നിന്നുള്ള രക്ഷ, ശൈത്താന് പിടികൊടുക്കാതെ രക്ഷപ്പെടാൻ സാധിക്കുക എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈമാനുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മറ്റൊരു നേട്ടമാണ്, ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് ലഭിക്കുന്നൊരു നേട്ടമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ളവരെ സംരക്ഷിക്കുമെന്നുള്ളത്. സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു, തീർച്ചയായും ഈമാനുള്ള വ്യക്തികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിരോധം ഏർപ്പെടുത്തുന്നതാണ് എന്നുള്ളത്. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രതിസന്ധികളിലും സംരക്ഷിക്കും. ശത്രുക്കളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ളവരെ സംരക്ഷിക്കും, അവരെ പരിപാലിക്കും, അവരെ പരിചരിക്കും എന്നുള്ളത് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിൻ്റെ മിത്രങ്ങളാരോ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് യാതൊരു ഭയവുമില്ല, അവർക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ മരണസമയത്ത് നാം മലക്കുകൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ മലക്കുകളെ അതിൻ്റേതായ രൂപത്തിൽ, മലക്കുകളുടെ രൂപത്തിൽ നാം കാണുമ്പോൾ, ഇതുവരെ കാണാത്ത ഒരു സൃഷ്ടികളെ കാണുമ്പോൾ പലപ്പോഴും മനുഷ്യൻ പേടിച്ചു പോകും, ഭയന്നു പോകും. പക്ഷേ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഭയമില്ല, അവർക്കത് സന്തോഷമാണ്. അവരുടെ റൂഹ് വേർപിരിയുമ്പോഴും അവർക്കത് സന്തോഷമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരാൾ മരിക്കാൻ നേരത്ത്, മരണാസന്ന സമയത്ത് അയാൾക്ക് മനസ്സിൽ ഒരു ദുഃഖമുണ്ടാകും, ഒരു വെപ്രാളമുണ്ടാകും. ഞാൻ മരിച്ചു പോയാൽ എൻ്റെ കുടുംബത്തെ ആര് നോക്കും, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അവരെല്ലാവരെയും ആരാണ് നോക്കുക എന്നെല്ലാം അവർക്ക് ദുഃഖിക്കേണ്ടി വരും. എന്നാൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല, അവർക്കൊരിക്കലും ഭയക്കേണ്ടി വരില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സംരക്ഷിക്കുമെന്നുള്ളതാണ്. ഔലിയാ ഉല്ലാഹ്, അള്ളാഹുവിൻ്റെ വലിയകൾ ആരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത ആയത്തിൽ പറയുന്നുണ്ട്, അല്ലദീന ആമനു വകാനു യത്തഖൂൻ. വിശ്വാസമുള്ളവരാണ് അവർ, ഈമാനിൻ്റെ ആളുകളാണ് അവർ, അവർക്കാണ് അത്തരത്തിലുള്ള നേട്ടങ്ങൾ ലഭിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് വാഗ്ദാനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ളവർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈമാനുള്ളവരായി കൊണ്ട് മാറുവാൻ, ഇഖ്ലാസ് ഉള്ളവരായി കൊണ്ട് മാറുവാനാണ് നാം ഏവരും പരിശ്രമിക്കേണ്ടത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇഖ്ലാസുള്ള വ്യക്തികൾക്ക്, ഈമാനുള്ള വ്യക്തികൾക്ക് ലഭിക്കുന്ന വളരെ വലിയൊരു നേട്ടത്തെ അറിയിക്കുന്ന ഒരു കഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. പലപ്പോഴും നാം കേട്ടിട്ടുള്ള ഒരു ചരിത്രമായിരിക്കാം. മൂന്നാളുകൾ അവർ ഒരു യാത്ര മധ്യേ ഒരു ഗുഹയിൽ കിടന്നുറങ്ങാൻ കയറിയപ്പോൾ അവരവിടെ ഉറങ്ങിപ്പോവുകയും അവിടെ ഗുഹാമുഖത്തേക്ക് ഒരു പാറ വന്ന് ആ ഗുഹാമുഖം അടഞ്ഞുപോയി അവർ അതിൽ അകപ്പെടുകയാണ്. അപ്പോൾ അവർ പരസ്പരം പറയുകയാണ്, നിങ്ങളുടെ ഇഖ്ലാസുള്ള, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ അത് മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് അവർ പറയുകയാണ്. അങ്ങനെ 3 പേരും പ്രാർത്ഥിക്കുകയാണ്. ഒന്നാമത്തെ വ്യക്തി അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവേ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ കറന്നെടുത്ത പാല് അതെൻ്റെ മാതാപിതാക്കൾക്കായിരുന്നു ആദ്യം കൊടുത്തിരുന്നത്. എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ മാതാപിതാക്കളെ ഞാൻ മുന്തിച്ചിരുന്നു. ഒരിക്കൽ ഞാൻ വൈകി വീട്ടിലേക്ക് വന്നപ്പോൾ മാതാപിതാക്കൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മക്കൾ എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ നിന്ന് അവർ കരയുന്നുണ്ട്, വിശപ്പ് സഹിക്കവയ്യാതെ അവർ കരയുന്നുണ്ട്. എൻ്റെ ഭാര്യ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ
എൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കാതെ അവർക്ക് ആദ്യം കൊടുക്കുന്നത് എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും ആദ്യം കൊടുക്കുന്നതിന് ഞാൻ വെറുത്തുപോയി. അതുകൊണ്ട് രാവിലെ വരെ എൻ്റെ മാതാപിതാക്കൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വരെ ഞാൻ ആ പാത്രവും പിടിച്ച് കാത്തിരുന്നു. അങ്ങനെ അവർ എഴുന്നേറ്റതിന് ശേഷം അവർക്ക് ആ പാല് കൊടുത്തിട്ടാണ് മറ്റുള്ളവർക്ക് കൊടുത്തത്. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവെ, ഞാനിത് നിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചു കൊണ്ട്, നിൻ്റെ പ്രതിഫലം ഉദ്ദേശിച്ചു കൊണ്ട് ചെയ്തതാണെങ്കിൽ ഞങ്ങളകപ്പെട്ട ഈ അപകടത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് ആ പാറ അല്പം ഗുഹാമുഖത്ത് നിന്ന് നീങ്ങുകയാണ്. പക്ഷെ അവർക്ക് പുറത്തു കടക്കാൻ സാധിച്ചില്ല. അങ്ങനെ രണ്ടാമത്തെ വ്യക്തി അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവെ, ഞാൻ എൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ മകൾ, അവൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു പുരുഷന് ഒരു സ്ത്രീയോടുണ്ടാകുന്ന സ്നേഹത്തിൻ്റെ അങ്ങേയറ്റം എനിക്ക് അവളോടുണ്ടായിരുന്നു. ഞാൻ അവളുമായി കിടക്കുവാനെല്ലാം ആഗ്രഹിച്ചു. പക്ഷേ അവൾ വിസമ്മതിക്കുകയാണ് ചെയ്തത്. അങ്ങനെയിരിക്കെ ഒരിക്കൽ അവൾക്കൊരു പ്രയാസം വന്നപ്പോൾ, ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അവൾ എന്നിലേക്ക് സഹായം തേടി വന്നു. അങ്ങനെ ഞാൻ അവൾക്ക് വേണ്ടുന്ന പണം നൽകി, അവൾക്ക് ആവശ്യമുള്ള പണം നൽകി. പക്ഷേ ഞാനൊരു നിബന്ധന വെച്ചു, നിൻ്റെ ശരീരം നീ എനിക്ക് നൽകണം, എൻ്റെ കൂടെ കിടക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അവൾ സമ്മതിക്കുകയും അവൾക്ക് ഞാൻ ആവശ്യമുള്ള പണം നൽകുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഞാൻ അവളുമായി ബന്ധത്തിലേർപ്പെടാൻ നേരം അവൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ഇത്തഖില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ ഭയക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പിന്മാറുകയും അത്രയും ഞാൻ സ്നേഹിച്ച, ദുനിയാവിൽ എന്നെ ഒരുപാട് സ്നേഹിച്ച ആ സ്ത്രീയെ എനിക്ക് എൻ്റെ മുമ്പിൽ കിട്ടിയിട്ടും അള്ളാഹുവെ നിന്നെ ഭയന്നുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറി. അവൾക്ക് കൊടുത്ത ദീനാറും ദിർഹമൊന്നും ഞാൻ തിരിച്ചു വാങ്ങിയില്ല റബ്ബേ. അള്ളാഹുവെ നിന്നെ ഭയന്നുകൊണ്ട്, നിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചു കൊണ്ടാണ് ഞാനൊരു പ്രവർത്തനം ചെയ്തത് എങ്കിൽ ഞങ്ങളകപ്പെട്ട ഈ അപകടത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ റബ്ബേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് ആ ഗുഹാമുഖത്തുള്ള പാറ അല്പം കൂടി നീങ്ങുകയാണ്. പക്ഷെ അവർക്ക് എന്നിട്ടും പുറത്തു കടക്കാൻ സാധിച്ചില്ല. മൂന്നാമത്തെ വ്യക്തി വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവെ, ഞാൻ ഒരുപാട് ആളുകളെ കൂലിക്ക് വെക്കുമായിരുന്നു. ഒരുപാട് ആളുകളെ അവർക്ക് പണി കൊടുത്ത് അവർക്ക് അതിനുള്ള കൂലി ഞാൻ നൽകുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ എനിക്ക് ഒരാൾക്ക് കൂലി കൊടുക്കാൻ സാധിച്ചില്ല. അയാൾ പണിയെടുത്ത് അയാൾ പോവുകയും എനിക്ക് അയാളുടെ കൂലി കൊടുക്കാൻ സാധിച്ചില്ല. പക്ഷേ അയാളുടെ കൂലി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാലങ്ങൾ കടന്നുപോയി. പക്ഷേ അയാളുടെ കൂലി, ആൾക്ക് കൊടുക്കേണ്ടുന്ന ആ പൈസ അത് ഞാൻ എൻ്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. ആ പൈസയിൽ നിന്നും ഒരുപാട് സമ്പത്തുണ്ടായി. ഒരുപാട് ആടുകൾ, ഒട്ടകങ്ങൾ, മാടുകളെല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്തു. പക്ഷെ അതൊന്നും ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തില്ല. മറിച്ച് ഇദ്ദേഹം വന്നാൽ ഇദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കണം എന്നൊരു നിയ്യത്തിലായിരുന്നു. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഈ വ്യക്തി തിരിച്ചു വന്നിട്ട് എന്നോട് ആവശ്യപ്പെട്ടു, എൻ്റെ കൂലിത്ത, അന്ന് ഞാൻ പണിയെടുത്തിരുന്ന എൻ്റെ കൂലി എനിക്ക് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഈ കാണുന്ന ഒട്ടകങ്ങളും ഈ കാണുന്ന ആടുകളും പശുക്കളുമെല്ലാം നിൻ്റെതാണ്, നിൻ്റെ കൂലിയിൽ നിന്ന് നിനക്കെടുത്തു വെച്ച ആ പൈസയിൽ നിന്ന് ഉണ്ടായതാണ്, ഇതെല്ലാം നീ എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, നീ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കളിയാക്കുകയില്ല, ഇത് നിനക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ചതാണെന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി ഈ ഒട്ടകങ്ങളും ആടുകളും ഈ സമ്പത്തെല്ലാം ഒന്നുപോലും ഒഴിവാക്കാതെ എല്ലാം എടുത്തുകൊണ്ടുപോയി, ഒന്നും എനിക്കും തന്നിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവെ, ഞാൻ ഈ ചെയ്ത പ്രവർത്തനം നിന്നെ ഭയന്നുകൊണ്ട്, നിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, നിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്തതാണെങ്കിൽ ഞങ്ങളകപ്പെട്ട ഈ പ്രയാസത്തിൽ നിന്നും അപകടത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ അള്ളാഹ് എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് ആ പാറ മുഴുവനായി നീങ്ങുകയും അവർ 3 പേരും രക്ഷപ്പെടുകയും ഉണ്ടായ ഒരു ചരിത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ച് നൽകുന്നുണ്ട്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത്, ഇതുപോലെ അള്ളാഹുവിനോട് തവസ്സുൽ ചെയ്യുവാൻ, അള്ളാഹുവിനോട് വസീല ചെയ്യുവാൻ, അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ, സൽപ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നുള്ളത് നാം ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. ഇവരെ പോലെ ഇഖ്ലാസോടുകൂടിയും ഈമാനോടുകൂടിയും ചെയ്തതാണ് എന്ന് പറയുവാൻ മാത്രമുള്ള സൽക്കർമ്മങ്ങൾ എന്താണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ളത് എന്ന് നാം ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നാം മാറേണ്ടതുണ്ട്. അള്ളാഹുവിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ നാം പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനും ഇഖ്ലാസുമുള്ളവരായിക്കൊണ്ട് നമ്മെ ജീവിച്ച് മരിപ്പിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ലഹുൽ ഹംദുൽ ഹസൻ വസ്സനാഉൽ ജമീൽ وأشهد أن لا إله إلا الله وحده لا شريك له يقول الحق وهو يهدي السبيل وأشهد أن محمدًا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد أوصيكم وإياي ثانيًا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ ഈമാനുള്ളവരായി ജീവിക്കുവാനും അതുപോലെ തന്നെ സമാധാനം ലഭിക്കുവാനുമെല്ലാം അതിൻ്റെ എല്ലാം മർമ്മം കിടക്കുന്നത്, അടിസ്ഥാനമെന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളതിലാണ്. ഒരിക്കലും ആളുകൾക്കിടയിലുള്ള പ്രശസ്തിയോ
ആളുകൾക്കിടയിലുള്ള ഫെയിമോ പെരുമയോ പേരും പ്രശസ്തിയുമല്ല നാം ആഗ്രഹിക്കേണ്ടത്. മറിച്ച് നമ്മുടെ കർമ്മങ്ങളിൽ നമുക്ക് ഇഖ്ലാസ് ഉണ്ടാകണം. ഇത് അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ ചെയ്തത് എന്നുള്ളൊരു ഇഖ്ലാസ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പറഞ്ഞത് കാണാം. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ദിഅ്ബാനി ജാഇആനി ഉർസില ഫീ ഗനമിൻ ബിഅഫ്സദ ലഹാ മിൻ ഹിർസിൽ മർഇ അലൽ മാലി വശറഫി ലിദീനിഹി. രണ്ട് വിശന്ന ചെന്നായ്ക്കൾ, രണ്ട് ചെന്നായ്ക്കളെ ഒരുപാട് കാലം ഭക്ഷണം നൽകാതെ ഇട്ടാൽ അത് വളരെ വിശന്ന് വലഞ്ഞ ആ രണ്ട് ചെന്നായ്ക്കളെ ഒരു ആട്ടിൻകൂട്ടത്തിലേക്ക് പറഞ്ഞയച്ചാൽ ഈ രണ്ട് ചെന്നായ്ക്കൾ ആ ആട്ടിൻകൂട്ടത്തിൽ എത്രത്തോളം നാശം വരുത്തുകയോ അതിനേക്കാൾ കഠിനമാണ്, അതിനേക്കാൾ നാശമാണ് ഒരാൾക്ക് സമ്പത്തിനോടും അതുപോലെ തന്നെ പദവിയോടുള്ള അയാളുടെ മോഹം അയാളുടെ ദീനിൽ വരുത്തുന്ന നാശം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒരാൾക്ക് ഒരുപാട് സമ്പത്തിനോട് ഒരുപാട് ദുനിയാവിനോട് ആളുകൾക്കിടയിലുള്ള പേരും പ്രശസ്തിയും നേടിയെടുക്കുവാൻ അയാൾക്ക് അതിനോട് എത്രത്തോളം മോഹമുണ്ടോ അത് അയാളുടെ ദീനിൽ വരുത്തുന്ന നാശം ഈ രണ്ട് ചെന്നായ്ക്കൾ വരുത്തുന്ന നാശത്തിനേക്കാൾ എത്രയോ കഠിനമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒരു മുഅ്മിൻ, ഒരു യഥാർത്ഥ സത്യവിശ്വാസി ഒരിക്കലും ആളുകൾക്കിടയിൽ പൊങ്ങച്ചം കാണിക്കുവാനോ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ പ്രശസ്തിയോട് കൂടി നടക്കുവാനോ അല്ല ആഗ്രഹിക്കേണ്ടത്. മറിച്ച് നമ്മുടെ മുൻഗാമികൾ സലഫുകൾ ചിന്തിച്ചതുപോലെ നാം നമ്മുടെ സ്വന്തം ശരീരത്തെക്കുറിച്ച് ചിന്തിക്കണം. സ്വന്തം നഫ്സിനെ കുറ്റപ്പെടുത്തി അള്ളാഹുവിനോടുള്ള ഹക്കിൽ ഇഖ്ലാസിൻ്റെ വിഷയത്തിൽ സ്വന്തം നഫ്സിനെ കുറ്റപ്പെടുത്തി സ്വന്തം ശരീരത്തെ കുറ്റപ്പെടുത്തി നമ്മുടെ സ്വന്തം ശരീരത്തിലുള്ള ന്യൂനതകൾ അത് മനസ്സിലാക്കി അത് തിരുത്തുവാനാണ് നാം പരിശ്രമിക്കേണ്ടത്. മറ്റുള്ളവരുടെ അയ്ബുകൾ, മറ്റുള്ളവരുടെ ന്യൂനതകൾ അത് ചികഞ്ഞ് കണ്ടുപിടിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കിടയിൽ ഞാൻ വളരെ വലിയ ഒരു സംഭവമാണ് എന്ന് കാണിക്കാനല്ല നാം പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ സലഫുകളുടെ ചരിത്രം നാം നോക്കുമ്പോൾ അവർ ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ പണ്ഡിതനായിരുന്നു ദാവൂദ് അത്വാഇ റഹിമഹുല്ലാ. ദാവൂദ് റഹിമഹുല്ലയെ ഒരിക്കൽ ഒരു വ്യക്തി കാണാൻ വരികയാണ്. എന്നിട്ട് ആ വ്യക്തി കാണാൻ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ വന്നതാണ്. കാരണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി ഞാൻ താങ്കളെ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ സമയത്ത് ദാവൂദ് റഹിമഹുല്ല അദ്ദേഹത്തിന് മറുപടി കൊടുക്കുകയാണ്, താങ്കൾ അള്ളാഹുവിന് വേണ്ടിയാണ് എന്നെ സ്നേഹിക്കുന്നത്, അള്ളാഹുവിന് വേണ്ടിയാണ് എന്നെ സന്ദർശിക്കാൻ വന്നത് എങ്കിൽ അതിനുള്ള പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകും. എന്നിട്ട് ദാവൂദ് റഹിമഹുല്ല സ്വന്തത്തോട് തന്നെ ചോദിക്കുകയാണ്, ഒരാൾ വന്ന് സന്ദർശിക്കപ്പെടാൻ മാത്രം ഒരു അർഹത, ഒരു യോഗ്യത എനിക്കുണ്ടോ? അത്രത്തോളം വലിയ ഒരാളാണോ ഞാൻ എന്ന് അദ്ദേഹം സ്വന്തത്തോട് തന്നെ ചോദിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ആവർത്തിച്ച് സ്വന്തത്തോട് പറയുകയാണ്, ദാവൂദ്, നീ യുവാവായപ്പോൾ നീ ഒരു തെമ്മാടിയായിരുന്നു, എന്നാൽ നിനക്ക് പ്രായമായപ്പോൾ നീ ആളുകളെ കാണിക്കുന്നവനായി മാറി എന്ന് അദ്ദേഹം സ്വന്തത്തെ കുറ്റപ്പെടുത്തുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, സലഫുകൾ, മുൻഗാമികൾ ഇങ്ങനെയായിരുന്നു ചിന്തിച്ചിരുന്നത്. അവരുടെ ഇഖ്ലാസിൻ്റെ വിഷയത്തിൽ, അള്ളാഹുവിനോടുള്ള ഹക്കിൻ്റെ വിഷയത്തിൽ, ഈമാനിൻ്റെ വിഷയത്തിൽ അവർ വളരെയധികം ബേജാറായത് നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ അലി ബിൻ ഹുസൈൻ റഹിമഹുല്ലാ, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരമകനാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ അലി ബിൻ ഹുസൈൻ റഹിമഹുല്ലാ, അദ്ദേഹം ചരിത്രത്തിൽ സൈനുൽ ആബിദീൻ, സജ്ജാദ്, ഒരുപാട് സുജൂദ് ചെയ്യുന്ന വ്യക്തി, ഒരുപാട് നല്ല ആബിദ് എന്നെല്ലാം അറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ കാലത്ത് മദീനയിൽ പാവപ്പെട്ട കുടുംബങ്ങളുണ്ടായിരുന്നു ഒരുപാട്. ഈ പാവപ്പെട്ട കുടുംബങ്ങൾക്കെല്ലാം രാത്രിയിൽ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും അവർക്ക് ആവശ്യമുള്ള ധാന്യങ്ങളുമായിട്ടുള്ള ഭാണ്ഡങ്ങൾ അവരുടെ വീടുകളിൽ എത്തുമായിരുന്നു. ഈ പാവപ്പെട്ട ജനങ്ങളുടെ വീടുകളിൽ രാത്രികളിൽ ഈ ഭാണ്ഡങ്ങൾ എത്തുമായിരുന്നു. ഇവരെല്ലാവരും അവരുടെ ജീവിതം കഴിച്ചു കൂട്ടിയിരുന്നത് ഈ രാത്രിയിൽ അവരുടെ വീട്ടിലേക്ക് എത്തുന്ന ഈ ഭാണ്ഡം വെച്ചിട്ടായിരുന്നു. എവിടെ നിന്നാണ് ഇത് വരുന്നത്, ആരാണ് ഇത് കൊണ്ടുവരുന്നത് എന്നെല്ലാം ആ നാട്ടിലെ മദീനയിൽ അന്ന് ജീവിച്ചിരുന്ന ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ അലി ബിൻ ഹുസൈൻ റഹിമഹുല്ല മരണമടഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചുമലിൽ ഒരുപാട് ഭാണ്ഡം ചുമന്നതിൻ്റെ അടയാളം അവർ കാണുകയാണ്. അങ്ങനെയാണ് അവർക്ക് മനസ്സിലായത്, ഞങ്ങൾക്ക് ഇത്രയും കാലം ആ ഭാണ്ഡം എത്തിച്ചെന്നത്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം എത്തിച്ചു തന്നിരുന്നത് അലി ബിൻ ഹുസൈൻ റഹിമഹുല്ല ആയിരുന്നു എന്നുള്ളത്. അത്രത്തോളം അവർ അവരുടെ പ്രവർത്തനങ്ങൾ ഒളിപ്പിച്ചു വെക്കുവാൻ, ആളുകൾക്കിടയിൽ കാണിക്കാതിരിക്കുവാൻ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. മഹാനായ ഇമാം മാവർദി റഹിമഹുല്ല, അദ്ദേഹം തഫ്സീറിൽ ഗ്രന്ഥമെഴുതിയ വളരെ വലിയൊരു പണ്ഡിതനാണ്. അതുപോലെ തന്നെ കർമ്മശാസ്ത്രത്തിൽ, ഫിഖ്ഹിലും ഒരുപാട് ഗ്രന്ഥമെഴുതിയ അദ്ദേഹം തൻ്റെ ജീവിതകാലത്ത് ഒരുപാട് കിതാബുകൾ എഴുതിയിട്ട് അതൊന്നും പുറത്ത് ആളുകളെ കാണിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒന്നും പുറത്തേക്ക് കാണിച്ചില്ല. മറിച്ച് അദ്ദേഹം കിതാബുകൾ എഴുതിയിട്ട് അതെല്ലാം ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഒരിക്കൽ തനിക്ക് വിശ്വസിക്കാൻ യോഗ്യനായ തൻ്റെ വിശ്വസ്തനായ ഒരു വ്യക്തിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന ഭാഗത്തുള്ള കിതാബുകൾ, അവിടെയുള്ള എല്ലാ കിതാബുകളും ഞാൻ രചിച്ചതാണ്, എൻ്റെ രചനകളാണ്. എനിക്ക് മരണം വന്നാൽ മരണാസന്ന സമയത്ത് എൻ്റെ റൂഹ് എന്നിൽ നിന്ന് വേർപിരിയുമ്പോൾ നീ നിൻ്റെ കൈ എൻ്റെ കയ്യിലേക്ക് വെക്കണം.
എന്നിട്ട് നിൻ്റെ കൈ ഞാൻ പിടിച്ചാൽ അതിനർത്ഥം എൻ്റെ അമലുകൾ സ്വീകരിച്ചിട്ടില്ല, അതെല്ലാം പായായി പോയിട്ടുണ്ട്, അതുകൊണ്ട് നീ ആ കിതാബുകളെല്ലാം ഇരുട്ടത്ത് വലിച്ചെറിയണമെന്ന് അദ്ദേഹത്തോട് പറയുകയാണ്. ഇനി നീ നിൻ്റെ കൈ എൻ്റെ കയ്യിലേക്ക് വെക്കുമ്പോൾ മരണാസന്ന സമയത്ത് ഞാൻ നിൻ്റെ കൈ പിടിച്ചിട്ടില്ല, എൻ്റെ കൈ ഞാൻ പരത്തി വെക്കുകയാണ് ചെയ്തതെങ്കിൽ അതിനർത്ഥം എൻ്റെ അമലുകൾ എന്നിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്, ഇഖ്ലാസ് ഞാൻ ഉദ്ദേശിക്കുന്ന ആ സ്വാലിഹായ നിയ്യത്ത് അതെന്നിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്, അതിൽ ഞാൻ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നീ ആ കിതാബുകൾ ആളുകൾക്കിടയിൽ വ്യാപിപ്പിക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ മരണാസന്ന സമയത്ത് മാവർദി റഹിമഹുള്ള അദ്ദേഹം കൈ പിടിച്ചില്ല, മറിച്ച് കൈ പരത്തി വെക്കുകയും ഈ വ്യക്തിക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെയാണ് ഇമാം മാവർദി റഹിമഹുള്ളയുടെ കിതാബുകൾ പുറലോകത്തേക്ക് എത്തുന്നത്. അവർ അത്രത്തോളം ഇഖ്ലാസുള്ള കാര്യത്തിൽ ഇമാൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധാലുക്കളായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ അമലുകൾ ഒളിപ്പിച്ചു വെക്കുവാനാണ് നാം പരമാവധി പരിശ്രമിക്കേണ്ടത്. മഹാനായ ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുള്ള അദ്ദേഹം ഖുർആൻ ഓതുന്ന സമയത്ത് ഒരാൾ കയറി വന്നാൽ അദ്ദേഹം തൻ്റെ മുസ്ഹാഫ് കൈ കൊണ്ട് പൊത്തിപ്പിടിക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഓതുകയായിരുന്നു എന്നുള്ളത് അയാൾ അറിയാൻ പാടില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത, അദ്ദേഹത്തിൻ്റെ നിയ്യത്ത് അപ്രകാരമായിരുന്നു. പക്ഷെ നമ്മുടെ അവസ്ഥ എന്താണ് നാം ചിന്തിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. നാം ഓതുന്നത് ചിലപ്പോൾ നാം ഒറ്റക്കായിരിക്കും ഓതുന്നത്, പക്ഷെ അതെല്ലാം ഫോട്ടോ എടുത്ത് നാം നിസ്കരിക്കുന്നതെല്ലാം ഫോട്ടോ എടുത്ത് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം നാം അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയാണ്. മറ്റുള്ളവർ നിസ്കരിക്കുന്നതും ചിലപ്പോൾ മറ്റുള്ളവർ ഓതുന്നത് അത് ഫോട്ടോ എടുത്ത് മറ്റുള്ളവരിലേക്ക് അയക്കുമ്പോൾ ഈ ഓതുന്ന വ്യക്തിക്ക് ചിലപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അയാൾ ചെയ്യുന്ന അമല് മറ്റുള്ളവർ അറിയാൻ പാടില്ല എന്നുള്ളതായിരിക്കും അയാളുടെ മനസ്സിൽ. പക്ഷേ ഈ വ്യക്തി ഞാൻ ചെയ്യുന്ന അമലുകൾ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുന്നത് സഹോദരങ്ങളെ നാളെ പരലോകത്ത് നമുക്ക് തിരിച്ചടിയാകുമെന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈമാനോട് കൂടി ജീവിക്കുവാനും ഇഖ്ലാസോട് കൂടി പ്രവർത്തനങ്ങൾ ചെയ്യുവാനുമാണ് നാം പരിശ്രമിക്കേണ്ടത്. ഒരിക്കലും നാം ഒരു പ്രവർത്തനം ചെയ്താൽ അത് എടുത്തു പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് ഞാൻ ഇന്നലെ ഇങ്ങനെ ചെയ്തു, ഞാൻ ഇന്നലെ രാത്രി നിസ്കരിച്ചു, ഞാൻ ഇന്ന് ഒരു ജുസ് ഓതി എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ, നമ്മുടെ കൂട്ടുകാർക്ക് മുമ്പിൽ ഷൈൻ ചെയ്യുവാൻ വേണ്ടിയല്ല നാം പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. ആ ഒരു രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, ഈമാൻ പഠിച്ച് ഉൾക്കൊണ്ട് ഇഖ്ലാസോട് കൂടി ജീവിക്കുവാൻ നാം ആത്മാർത്ഥമായി പരിശ്രമിക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ആ ഒരു കാര്യത്തിലാണ് നമ്മുടെ ഇഹപര വിജയം നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കണ്ടറിഞ്ഞ് കൂടുതൽ മനസ്സിലാക്കി ഇഖ്ലാസോടും ഈമാനോട് കൂടി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട് മരിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും തിന്മകളും ഗഫാറായ അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ മക്കൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗത്താലും ദാരിദ്ര്യത്താലും പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കം ചെയ്ത് അവർക്ക് എല്ലാവിധ സുഖസൗകര്യങ്ങളും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.